സ്റ്റാർട്ട് ചെയ്യണം. അനിൽകുമാർ, ജില്ലാ പഞ്ചായത്ത് അംഗമാണ്. കാലാവസ്ഥാ വ്യതിയാനം മനുഷ്യജീവിതത്തെ ഗൗരവമായി ബാധിക്കുന്ന ഒന്നായി മാറിയിരിക്കുകയാണ്. പ്രവചിക്കാനാവാത്ത വിധം കാലാവസ്ഥയിൽ വലിയ മാറ്റങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എപ്പോൾ മഴ വരും, എപ്പോൾ വെയിൽ വരും എന്ന് പോലും പ്രവചിക്കാൻ കഴിയാത്ത രീതിയിലേക്ക് കാലാവസ്ഥയിൽ വലിയ മാറ്റമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇത് മനുഷ്യൻ്റെ സർവ്വ തലങ്ങളെയും സ്പർശിക്കുന്ന രീതിയിലേക്ക് മാറുകയാണ്. കൃഷി ഉൾപ്പെടെ അവൻ്റെ എല്ലാ ജീവനോപാധികളെയും, ഇതിന് മത്സ്യത്തൊഴിലാളികളായാലും പുഴയെ ആശ്രയിച്ച് ജീവിക്കുന്നവരായാലും ഒക്കെ വലിയ പ്രതിസന്ധികളെ നേരിടുകയാണ്. അതുകൊണ്ട് ഈ കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ച് ഗൗരവമായി പഠിക്കുകയും അതിനനുസരിച്ച് കാലോചിതമായ മാറ്റങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യേണ്ടത് അനിവാര്യമാണ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. തീരദേശ പഞ്ചായത്തുകളെക്കുറിച്ച് പരിശോധിക്കുമ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായി തീരദേശങ്ങളിൽ ഒരു വെള്ളം കയറി നിലവിലുള്ള കിണറുകളും കുളങ്ങളും ഉപ്പ് നിറഞ്ഞ് ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. കിണറുകളും കുളങ്ങളും മാത്രമല്ല, വീട്ടിൽ ചെയ്യുന്ന പച്ചക്കറി കൃഷി അടക്കം നശിച്ചു പോകുന്നൊരവസ്ഥയാണുള്ളത്. അതുമാത്രമല്ല, നിരവധി വീടുകൾ ഇപ്പോൾ വെള്ളം കയറിയതുകൊണ്ട് ചുമരുകളൊക്കെ ഇങ്ങനെ സിമൻറ്റും കുമ്മായൊക്കെ തള്ളിപ്പോയി അവർക്ക് ജീവിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. ചുരുക്കി പറഞ്ഞാൽ കുറേ ആളുകൾക്ക് അവരുടെ നിത്യവൃത്തി ചെയ്യാൻ പോലും പറ്റാത്തൊരവസ്ഥയുണ്ട്. ശരിക്കും ടോയ്ലറ്റ് സൗകര്യങ്ങൾ പോലും ഉപയോഗപ്പെടുത്താൻ പറ്റാത്ത വിധം വളരെ ഗുരുതരമായ പ്രതിസന്ധിയാണ് അവർ നേരിടുന്നത്. ചില പ്രദേശങ്ങളിൽ വേനൽക്കാലത്ത് വെള്ളം കയറും, വർഷകാലത്തും വെള്ളമാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ 365 ദിവസവും അവർ വെള്ളത്തിൽ തന്നെയാണ് എന്ന് പറയുന്നൊരവസ്ഥയാണ്. അപ്പോൾ വലിയ ദുരിതങ്ങളാണ് ജനങ്ങൾ നേരിടുന്നത് എന്നതാണ് ഇതുകൊണ്ട് ഉണ്ടാകുന്നത്. ഇപ്പോൾ കുടിവെള്ളത്തിൻ്റെ കാര്യത്തിൽ നമ്മുടെ ഈ തീരദേശ മേഖല ആശ്രയിക്കുന്നത് ജല അതോറിറ്റിയുടെ വെള്ളമാണ്. വാട്ടർ അതോറിറ്റിയിൽ പലപ്പോഴും പ്രതിസന്ധികളുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസമാണെങ്കിൽ പറവൂരിൽ വലിയ പൈപ്പ് പൊട്ടി, BSNL അവരെ റിപ്പയറിംഗ് നടത്തിയപ്പോൾ വലിയ പൈപ്പ് പൊട്ടി. അതിൻ്റെ ഫലമായി തീരദേശ പഞ്ചായത്തുകളിലാകെ തന്നെ വലിയ വെള്ളമില്ല. വിഷുക്കാലത്ത് പോലും വെള്ളം കിട്ടാത്ത അവസ്ഥയിൽ ജനം നെട്ടോട്ടം ഓടുന്ന അവസ്ഥയാണ് ഈ കഴിഞ്ഞ 2 ദിവസം ഉണ്ടായത്. അപ്പോൾ ഇതൊക്കെ ജനങ്ങളിൽ വലിയ പ്രതിഷേധമൊക്കെ ഉണ്ടാക്കാൻ ഇത് ഇടവരുത്തുകയാണ്. സ്വാഭാവികമായും കുടിക്കാൻ വെള്ളമില്ലാതെ വരുമ്പോൾ ഭക്ഷണം പാകം ചെയ്യാൻ വെള്ളമില്ലാത്തൊരവസ്ഥ എന്നൊക്കെ പറയുന്നത് സാധാരണ മനുഷ്യരെ സംബന്ധിച്ച് ആലോചിക്കാൻ പോലും പറ്റാത്ത ഒന്നാണ്. അപ്പം അത് അവരിലെ ഒരു എന്താണെന്ന് വെച്ചാൽ, നമ്മൾ മനുഷ്യന് മൗലികമായി കിട്ടേണ്ട, അല്ലെങ്കിൽ അവൻ്റെ ഒരു ഭരണഘടനാവകാശം എന്ന് പറയാൻ ഒരു അവകാശമാണ് അവൻ്റെ. ശുദ്ധമായ വായുവും ശുദ്ധമായ വെള്ളവും ലഭ്യമാക്കുക എന്നത് ഒരു ഭരണാധികാരിയുടെ ഉത്തരവാദിത്തമാണ്. പക്ഷേ ആ ഉത്തരവാദിത്തം നിർവഹിക്കുന്ന കാര്യത്തിൽ ഇവിടുത്തെ ഭരണാധികാരികൾ ആരായാലും A or B പരാജയപ്പെട്ടു എന്നാണ് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് അവൻ്റെ ജീവൻ നിലനിർത്താൻ വേണ്ട അടിസ്ഥാന ആവശ്യം എന്ന് പറയുന്നത് ശുദ്ധവായു, ശുദ്ധജലമാണ്. പക്ഷെ ഇത് രണ്ടും കൃത്യമായി നമ്മുടെ നാട്ടിൽ നൽകുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. വലിയ ജനാധിപത്യ രാജ്യമാണ്, ജനങ്ങൾക്ക് ഒരുപാട് അവകാശങ്ങളും അതുപോലെ തന്നെ പൗരാവകാശവും വിവരാവകാശവും ഒക്കെ ഉള്ള നാട്ടിൽ യഥാർത്ഥത്തിൽ അവൻ്റെ പ്രാഥമിക ആവശ്യങ്ങൾക്ക് വേണ്ട വെള്ളവും ശുദ്ധവായു നൽകാൻ നമുക്ക് കഴിയാതെ പോകുന്നു എന്നത് നാം തിരിച്ചറിയേണ്ട ഒരു കാര്യം. പക്ഷേ ഇത് സർക്കാരുകളെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിന് ഈ നാട്ടിൽ ജീവിക്കുന്ന ഓരോ പൗരൻ്റെയും ഉത്തരവാദിത്വമാണ്
ഈ നാട്ടിലുണ്ടായിരുന്ന പുഴകളും കുളങ്ങളും തോടുകളും മോശമാക്കിയതിൻ്റെ ഉത്തരവാദിത്വം നമുക്ക് സർക്കാരിനെ പറയാനാവില്ല. അത് ഈ നാട്ടിലെ ജനങ്ങൾ നിർവഹിച്ചതാണ്. അപ്പോൾ അവരാണ് ഈ തോടും കുളമൊക്കെ മോശമാക്കിയത്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഒരു സർവേ എടുത്താൽ ഒരു 10-15 കൊല്ലം മുമ്പ് ഉണ്ടായ തോടുകൾ എത്രയായിരുന്നു, കുളങ്ങൾ എത്രയായിരുന്നു, കിണറുകൾ എത്രയായിരുന്നു എന്ന് പരിശോധിച്ച് ഒരു കണക്കെടുത്താൽ അതിൽ 90% തോടുകളും കുളങ്ങളും കിണറുകളും ഇപ്പോൾ ഇല്ലാതായി എന്നതാണ് വസ്തുത. അപ്പോൾ നമ്മുടെ വീടുകളാണെങ്കിലും ഇപ്പോൾ ടൈലൊക്കെ പാകി, ഇപ്പോൾ നമ്മുടെ പഞ്ചായത്തിലെടുത്താൽ ടാർ ചെയ്ത റോഡുകളുടെ മൊത്തം അളവ് പരിശോധിച്ചാൽ വളരെ വലുതായിരിക്കും. അപ്പോൾ പണ്ട് കാലങ്ങളാണെങ്കിൽ അതൊക്കെ മണൽ റോഡുകളായിരുന്നു, മണൽ കിട്ടുന്നത്. അപ്പോൾ അവിടെ പെയ്യുന്ന വെള്ളമൊക്കെ ഭൂമിയിലേക്ക് ഇറങ്ങുമായിരുന്നു. ഇപ്പോൾ വന്നപ്പോൾ നമ്മളെല്ലായിടത്തും കാനയുണ്ട്, എല്ലാ വെള്ളവും എങ്ങോട്ട് പോകുന്നു? കടലിലേക്ക് പോവുകയാണ്. നമ്മളിവിടെ വെള്ളം സ്റ്റോർ ചെയ്യുന്നില്ല എന്നത് ഗൗരവമായി നമ്മൾ കാണേണ്ട ഒരു കാര്യം. അതുപോലെ തന്നെ നമ്മുടെ ഇപ്പോൾ ഈ പഞ്ചായത്തിലാണെങ്കിൽ 50,000 ഒരു തെങ്ങ് കൃഷിയുള്ളൊരു നാട്, 50,000 തെങ്ങുണ്ട് എന്ന് വിചാരിച്ചാൽ ആ 50,000 തെങ്ങിനും പണ്ട് കാലങ്ങളിൽ തെങ്ങിന് തടമെടുക്കുമായിരുന്നു. അപ്പോൾ ആ തടത്തിൽ ഭൂമിയിൽ വെള്ളം ഇങ്ങനെ കെട്ടി നിൽക്കുമായിരുന്നു. പക്ഷെ ഇപ്പോൾ ഒരാൾ പോലും തടമെടുക്കുകയോ അതുപോലെയുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുകയോ ചെയ്യാത്ത പോലും ഒരു തുള്ളി ജലം പോലും ഭൂമിയിൽ തങ്ങി നിൽക്കാൻ നമ്മൾ അനുവദിക്കാതെ എല്ലാം കാന വഴി കടലിലേക്ക് പോകുന്നൊരവസ്ഥയാണ് ഇപ്പോൾ നിലവിലുള്ളത്. അതുകൊണ്ട് നമ്മുടെ ജീവിതക്രമത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്താതെ മുന്നോട്ട് പോകാനാവില്ല. ഭരണാധികാരികളായിക്കോട്ടെ റോഡിന് കൽപ്പിക്കുന്ന പ്രാധാന്യം നമ്മൾ തോടിന് നൽകാതെ പോയതാണ് ഈ നാട് അനുഭവിക്കുന്ന എല്ലാ ദുരിതങ്ങൾക്കും കാരണം എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതെന്ന് വെച്ചാൽ പണ്ട് നമ്മുടെ തോടുകളിൽ പോലും നമുക്ക് ഇറങ്ങി കുളിക്കാൻ കഴിയുന്നൊരു നാടായിരുന്നു നമ്മുടേത്. കാരണം ചെറിയ തോടാണെങ്കിലും തെളിനീരുള്ള വെള്ളം ഒഴുകിയിരുന്നൊരു പ്രദേശമായിരുന്നു. ഇപ്പോൾ നമ്മുടെ പുഴകളിൽ ശരിക്കും മനുഷ്യർക്ക് ഇറങ്ങാൻ പറ്റില്ല. തോടിലാണെങ്കിൽ ഒട്ടും ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. കുളങ്ങളും അതേപോലെ തന്നെയാണ്. അപ്പോൾ തോടുകളും കുളങ്ങളും പുഴകളും സംരക്ഷിക്കാതെ മനുഷ്യന് മുന്നോട്ട് പോകാനാവില്ല എന്ന സത്യം നമ്മുടെ ജനത മനസ്സിലാക്കിയില്ലെങ്കിൽ വരും കാലങ്ങളിൽ ഈ കേരളത്തിൽ അല്ലെങ്കിൽ ഇവിടെ ജീവിക്കുക വളരെ പ്രയാസകരമായിരിക്കും എന്നതിൽ ഒരു തർക്കവുമില്ല. അതുകൊണ്ട് ഈ നമ്മുടെ ഭരണാധികാരികളും സർക്കാരുകളും അതുപോലെ തന്നെ റെസിഡൻസ് അസോസിയേഷനുകളും രാഷ്ട്രീയ പാർട്ടികളും സാമൂഹ്യ സാംസ്കാരിക സംഘടനകളും ഏറ്റെടുക്കേണ്ട ഉത്തരവാദിത്വം നമ്മുടെ തോടുകൾ സംരക്ഷിക്കുക, നമ്മുടെ കിണറുകൾ സംരക്ഷിക്കുക, നമ്മുടെ കുളങ്ങൾ സംരക്ഷിക്കുക, നമ്മുടെ പുഴകൾ സംരക്ഷിക്കുക. അപ്പോൾ അതിനായിരിക്കണം റോഡിനേക്കാളേറെ പ്രാധാന്യം തോടിനും പുഴകൾക്കും നൽകാതെ മുന്നോട്ട് പോകാനാവില്ല എന്ന തിരിച്ചറിവ് നമ്മുടെ സമൂഹത്തിന് പകർന്ന് നൽകുക എന്നതാണ് ഓരോ മനുഷ്യരും ഏറ്റെടുക്കേണ്ട ഉത്തരവാദിത്വം എന്നാണ് എനിക്ക് സംബന്ധിച്ച് പറയാൻ. അത് ആ ബോധ്യം നമ്മുടെ കുട്ടികളിലേക്ക് പകർന്നു നൽകാൻ സമൂഹം ഒന്നാകെ മുന്നോട്ട് വരിക എന്നതാണ് ഇതിന് ഒരു പരിഹാരം എന്നതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇത്രയാണ് പറയാൻ.